വളരെ പക്വതയോടെയായിരുന്നു ആ ഒരു കഥാപാത്രം അവളെ മനസ്സിലാക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു കൃത്യമായിട്ട് മനസ്സിലായത്. പക്ഷേ മന്യയ്ക്ക് സാധിക്കാതെ പോയതും അത് തന്നെയാണ്. നമുക്കറിയാം മന്യയുടെ പ്രായം വളരെ ചെറുതാണ്. അത് പിന്നീട് കഥാപാത്രത്തിൽ പറയുന്നുണ്ട്, പ്രായം കുറവുള്ളൊരു ഒരു വിദ്യാർത്ഥി എന്നൊക്കെ പറയാം. പക്ഷേ കുട്ടിത്തം വിട്ടുമാറാത്തത് തന്നെയാണ്. ഫോണിലൂടെയും അതുപോലെ ഒരുപാട് ഗെയിംസ് കളിക്കുന്നതും നമുക്ക് പലരെയും കാണാൻ പറ്റുന്ന ശരിക്കും ഒരു പ്രഭു കുടുംബത്തിലെ ഒരു മുടിയനായ പുത്രൻ എന്നുള്ള ഒരു ഇമേജ് തന്നെയാണ് വന്യയ്ക്കുണ്ടായത്. വന്യ അങ്ങനെ ശരിക്കും അർജുൻ പറയുന്നതിനോട് ഞാൻ കൃത്യമായി യോജിക്കുന്നുണ്ട്. ഒരു കളിപ്പാട്ടം തന്നെയായിരുന്നു ആനി, അല്ലെങ്കിൽ അവളുടെ വികാരങ്ങളിലും അവളുടെ ആ സ്നേഹമൊക്കെ അവന് വെറും കളിപ്പാട്ടം മാത്രമായിരുന്നു. പല രംഗത്തിലും ആനി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഒന്ന് മനസ്സിലാക്കുക, എന്നോടൊന്ന് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അവളുടെ ഇമോഷൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൻ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവൻ വേറൊരു ലോകത്ത് തന്നെയായിരുന്നു. ഈ മദ്യവും മയക്കുമരുന്നും എല്ലാം അതിനകത്തും കാണിക്കുന്നുമുണ്ട്. നമ്മുടെ ചർച്ചകളിലൊക്കെ വരുന്ന ഒരു എലീറ്റ് കുട്ടിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് വാന്യയെ കാണാം. ലഹരിയാണെങ്കിലും പണമാണെങ്കിലും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളാണെങ്കിലും ആവശ്യത്തിലധികം ഉണ്ടായിരിക്കുക, നിയന്ത്രിക്കാൻ ആരും ഇല്ലാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ചെന്നെത്തുന്ന ഒരു അനാർക്കിയുടെ അവസ്ഥ. അവിടെ അദ്ദേഹത്തിന്റെ പേരൻസിൽ നിന്ന് ഒരുപക്ഷെ ലഭിക്കാത്തതായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഒന്നും മറ്റാരുമായും പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേരൻസിന് അദ്ദേഹവുമായിട്ടുണ്ടായിരിക്കും ഒരു പണത്തിന്റെ ബന്ധം മാത്രമായിരിക്കും. അതേ ബന്ധം മാത്രമാണ് അദ്ദേഹം ബാക്കിയുള്ളവർക്കും കൽപ്പിച്ചു കൊടുക്കുന്നത്. അതേ പണം കൊടുത്തു തന്നെയാണ് ആനിയുടെ ബന്ധവും അദ്ദേഹം വിലയ്ക്ക് വാങ്ങുന്നത്. പക്ഷെ ആനി അങ്ങനെയല്ല. അപ്പൊ ഇവിടെ ഒരു ക്ലാസ് സ്ട്രഗിൾ കൂടി, ഒരു ജെൻഡർ സ്റ്റഡിയുടെ ഒപ്പം തന്നെ ഒരു ക്ലാസ് ഡിഫറൻസ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം തന്റെ തൊഴിൽ മാർഗം മൊത്തത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ വരുമാന മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് വാന്യയോടൊപ്പം പോകാൻ തയ്യാറാകുന്ന ആനിയും, എന്നാൽ വില കൊടുത്ത് മാത്രം ബന്ധങ്ങളെ വാങ്ങിക്കുന്ന ആനിയും പിന്നെ വില കൊടുത്ത് മാത്രം ബന്ധങ്ങളെ വാങ്ങിക്കുന്ന വാന്യയും തമ്മിലുള്ള ഒരു മിക്സപ്പ് ആണ്. അത് രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഒരു കടന്നുവരവ് കൂടിയായിട്ട് ഈ ചിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. ശരിയാണ് അർജുൻ പറഞ്ഞ ആ ഒരു പോയിന്റ്. അതായത് ക്ലാസ് ഡിഫറൻസും കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബത്തെ ഒട്ടും യോജിക്കാത്ത അല്ലെങ്കിൽ ഒരു ലേറ്റ് ആയിട്ടുള്ള അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ വേണേൽ അക്സെപ്റ്റ് ചെയ്യാം മകൻ്റെ പ്രണയം. പക്ഷേ അവൾ ആരാണ്, അല്ലെങ്കിൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട് ആരാണ്, എന്താണെന്ന് അറിയുമ്പോഴാണ് ആ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ആനി വളരെ നിഷ്കളങ്കമായിട്ട് അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് അവരെ എടുത്തു ചെല്ലുമ്പോഴും വെറും അവജ്ഞയോടെ തന്നെ അവൾ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അവൻ്റെ ഒപ്പം ജീവിക്കുന്നത്. ആ കല്യാണം അല്ലെങ്കിൽ ആ മാരേജ് കഴിഞ്ഞ് പിന്നെ അവൻ്റെതായി മാത്രമായി ആ ജോലിക്ക് മുൻപ് എന്തായിരുന്നു അവൾ, അങ്ങനെ ഒരു രീതിയിലേക്കേ അല്ല. പക്ഷെ ഇതൊന്നും അവിടെ കാണുന്നില്ല. മറിച്ച് അവരുടെ ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ അവൾ മുമ്പ് എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിൽ മാത്രം അവളെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹം, അത് തന്നെയല്ലായിരുന്നു വന്യയുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും. എന്നാൽ മാതാപിതാക്കൾ തമ്മിലും ഒരു ചർച്ചയില്ല. ഇതേ ആനി തന്നെ അവസാനം മാതാവിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് പിതാവ് തന്നെ അതിനെ കൈയടിച്ചിരിക്കുന്നതായിട്ട് ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോ ആനിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രേക്ഷകരായതുകൊണ്ടാണ് നമുക്ക് ആനിയുടെ അവസ്ഥയെ ഓർത്ത് സാധിപ്പിക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് വാന്യയുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ക്യാമറ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെയുള്ള നിലയ്ക്ക് ആ മാതാപിതാക്കളുടെ ഒരു സ്ട്രെയിൻഡ് മാരിറ്റൽ റിലേഷൻഷിപ്പിലൂടെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ലെൻസ് പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആനിയോട് ഇത്രയധികം സഹതാപം തോന്നുമായിരുന്നില്ല. അപ്പം ഷോൺ ബേക്കർ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിലൂടെയാണ് പോയത്. അല്ലാതെ അതിനിടയിൽ വാന്യയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനോ വാന്യ എന്താണ് അനുഭവിച്ചതെന്നോ അതിനെല്ലാം ഒരു തമാശ രൂപേണ വാന്യയുടെ പ്രതികരണങ്ങളിലൂടെ മാത്രം പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും എങ്ങനെയാണോ അതായിരുന്നു വാനിയയിലൂടെ കാണിച്ചു തന്നിരുന്നത് അവന്റെ ഒരു. ആ ഒരു കുട്ടിയാണ് വാനി എന്ന് പറയുന്നത്. ഒരു കുട്ടിയാണ്. എത്രത്തോളം അദ്ദേഹത്തിന് സ്നേഹം ലഭിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഒരു കുട്ടിയാണ്. ഒരു കുട്ടിത്തത്തോടു കൂടിയല്ല, മീൻസ് എല്ലാത്തിനെയും ആ ഒരു രീതിയിൽ ഒരു കളിപ്പാട്ടം വലിച്ചെറിയുന്ന ലാഹത്തോടെ അദ്ദേഹം ബന്ധങ്ങളെ വലിച്ചെറിയുന്നു എന്നതാണ് നമ്മൾ ഈ ചലച്ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് ഇത് പറയുമ്പോഴാണ് പാരസൈറ്റ് എന്ന് പറഞ്ഞൊരു ചലച്ചിത്രം മുൻപ് ഓസ്കാർ നേടിയ, അതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിൽ വളരെ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. അതായത് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു എലൈറ്റ് ക്ലാസ് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലാത്ത ഇടത്തുനിന്ന് വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു രംഗം. അതൊക്കെ ഏകദേശം ഈ സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു തോന്നുന്നു. അതും പാരസൈറ്റ് പറഞ്ഞു വെക്കുന്നതും ഇതേ ക്ലാസ് സ്ട്രഗിൾ തന്നെയാണല്ലോ. ഒരേ മഴ ഒരേ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് രണ്ട് വിഭാഗക്കാർക്ക് രണ്ട് രീതിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഉയർന്ന വിഭാഗക്കാർക്ക് മഴയെന്ന് പറയുന്നത് വളരെ ആസ്വദിക്കാനുള്ള ഒരു കാഴ്ച മാത്രമാകുമ്പോൾ, അത് ക്ലാസ്സിൽ താഴെയുള്ള ആളുകൾക്ക് അതെന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യപ്പെടേണ്ട ഒരു ചാലഞ്ചായിട്ട് മുന്നിൽ വരികയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ
അനോറയിലും കടന്നു വരുന്നത്. അനോറയ്ക്ക് ഇതൊരു ജീവിത പോരാട്ടമാണ്. തനിക്ക് കിട്ടിയ പങ്കാളി എന്നതിനപ്പുറം തനിക്ക് പ്രണയിക്കാൻ ഒരാൾ, തനിക്ക് വികാരങ്ങൾ പങ്കുവെക്കാൻ ഒരാൾ എന്നുള്ളൊരു നിലയ്ക്കാണ് അനോറ അതിനെ കാണുന്നത്. എന്നാൽ വാന്യയ്ക്ക് അത് വെറും ആസ്വദിക്കേണ്ട ഒരു കാഴ്ച മാത്രമായിരുന്നു. അത് തന്നെയാണ് പാരസൈറ്റിലെ അതേ ആസ്വദിക്കുന്ന മഴ പോലെയാണ് ഇവിടെ ഈ ഒരു ബന്ധങ്ങളെ ഷോൺ ബേക്കർ കാണിച്ചിരുന്നത്. ഈ അലോറ എന്ന മൂവിയിൽ തമാശകൾ വളരെ മനോഹരമായ രീതിയിൽ ബ്ലെൻഡായി പോകുന്നുണ്ട്. നമുക്കറിയാം അവസാനം ഈ വന്യ തപ്പിപ്പോകുന്ന ഒരു രംഗങ്ങൾ, അത് വളരെ ചിരി പടർത്തുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു. വളരെ അത് എല്ലാം കൂടി ഒരു പാക്ക് ആയിട്ടുള്ള, ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അനോറ. വളരെ അനായാസമായിരുന്നു ആ തമാശകളൊക്കെ അങ്ങ് കറക്റ്റ് കൊള്ളേണ്ട അടുത്തൊക്കെ കൊണ്ട് കൃത്യമായിട്ടായിരുന്നു എത്തിയിരുന്നത്. അതെ, സിറ്റുവേഷണൽ കോമഡികളാണ് കൂടുതലായും ഉണ്ടായിരുന്നത്, അല്ലാതെ അതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരുന്നില്ല. അനോറയെ ആദ്യം ഈ പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന, അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്ന പള്ളിയിലെ പുരോഹിതനിൽ നിന്ന് തുടങ്ങി ആ ഒരു വീട്ടിലേക്ക് കടന്നെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രംഗങ്ങളും പിന്നീട് അങ്ങോട്ട് ഒട്ടുക്ക് രംഗങ്ങളും ഈ ഒരു തമാശയിലൂടെ ബ്ലെൻഡ് ചെയ്താണ് പറയുന്നത്. സത്യത്തിൽ അനോറയുടെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനോറയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തികച്ചും വളരെ ദാരുണമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അനോറ. ഇത്രയും നാളും തന്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വികാരം നമ്മുടെ കാഴ്ചക്കാരിലേക്ക് എത്താതെ ചുറ്റുമുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ വളരെ ഹാസ്യത്തിന്റെ വേമ്പൊടിയോടുകൂടിയാണ് പിന്നീട് കഥയെ കൊണ്ടുപോകുന്നത്. ആ അന്വേഷണം എന്ന് പറയുന്നത് സിനിമയിൽ വളരെ നിർണായകമാണോ എന്ന് ചോദിച്ചാൽ അനോറയെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടപ്രണയം തിരിച്ചു കിട്ടുക എന്നുള്ളൊരു രീതിയിലേക്കാണ്. മാതാപിതാക്കളുടെ കടന്നുവരവൊക്കെ എങ്ങനെ കഥാപാത്രങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു. പക്ഷെ ഇതിപ്പോ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നെങ്കിൽ ഇത്രയും തമാശ ആ ഒരു രംഗത്തിനുണ്ടാകുമെന്ന് തോന്നുന്നില്ല. സാധാരണഗതിയിൽ സംവിധായകരെ എഡിറ്റർ ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങളുടെ ചലച്ചിത്രത്തിന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയുന്നതിനോട് അത്ര താല്പര്യം വരാറില്ല. അപ്പോ എഡിറ്റർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡയറക്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശരിക്കും ഒരു സിനിമ ഉണ്ടാകുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതില് അനാവശ്യമായ സീനുകൾ, ആവശ്യമില്ലാത്തത് കണ്ടെത്തി മനസ്സിലാക്കി അതിനെ ഇല്ലാതെയാക്കാൻ എഡിറ്റർക്കാണ് സാധിക്കുന്നത്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അടുത്ത് മാർക്കോയിലെ ഒരു ഡിലീറ്റഡ് സീൻ യൂട്യൂബിൽ വരികയും അവിടെ എഡിറ്റർ വളരെയധികം പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കാരണം ആ സിനിമയോട് തീർത്തും യോജിക്കാത്തൊരു രംഗമായതുകൊണ്ട് തന്നെ യാതൊരു ദാക്ഷിണ്യവും തോന്നാതെ ആ ഒരു രംഗം മുറിച്ചു കളയാൻ അവിടെ എഡിറ്ററിന് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇത് സംവിധായകർ തന്നെ എഡിറ്റർ ആകുമ്പോൾ ഇത് സാധിക്കാറില്ല. എന്നാൽ ഈ അനോറയിലേക്ക് വരുമ്പോൾ രംഗങ്ങളെല്ലാം സീംലെസ് ആയിരുന്നു. ഒരു രംഗത്തിൽ നിന്ന് അടുത്ത രംഗത്തിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അത് നമ്മൾ കാഴ്ചക്കാർക്ക് തോന്നുന്നില്ല. വളരെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനോറയോട് ഇമോഷണലി കണക്ട് ആവാൻ പറ്റുന്നത്. ഇത്രയും തമാശകൾക്കിടയിലും അനോറ എന്ന കഥാപാത്രവുമായിട്ട് നമ്മൾ ആ ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ പോവുകയും മറ്റ് കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഡിറ്റിംഗ് പാറ്റേൺ കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അനോറയെ പിന്തുടർന്നുകൊണ്ടാണ് ആ ഒരു എഡിറ്റിംഗ് പോകുന്നത്. മറ്റ് സബ്പ്ലോട്ടുകളിലേക്കൊന്നും പോകാതെ, മറ്റ് ഫോക്കസ് വേറെ എങ്ങോട്ടും ഷിഫ്റ്റ് ആകാതെ ഉള്ളൊരു യാത്രയാണ്. അല്ലാതെ വാന്യ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ ഒരു ലെൻസ് വാന്യയിലേക്ക് തിരിച്ചു വെക്കപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ അത് എഡിറ്റിംഗ് വളരെ മഹത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓസ്കാർ എഡിറ്റിങ്ങിനും ലഭിച്ചിട്ടുണ്ട് എന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. ഓസ്കാർ എഡിറ്റിങ്ങിനും ഒറിജിനൽ സ്ക്രീൻ പ്ലേക്കും കൂടി ലഭിച്ചിട്ടുണ്ട്. അതെ, മികച്ച നടിയും ചിത്രത്തിലെ മെഡിസിനാണ്. വളരെ, അതായത് ഒരു ടൈറ്റിൽ കഥാപാത്രമാണ്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. മെഡിസിൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പല കാര്യങ്ങളും പഠിച്ചത്, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നാണ് പല കാര്യങ്ങളും ഞാൻ പഠിച്ചത്, അവരുടെ ഒപ്പം നിന്ന് അവരുടെ ആ ശൈലിയും രീതിയും എല്ലാം അവിടെ നിന്ന് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. നടിയുടെ, അല്ലെങ്കിൽ മെഡിസിൻ്റെ ആണ് ആ സിനിമയുടെ നട്ടൽ തന്നെ ആ നടിയാണ്. നടിയുടെ അഭിനയവും അവരുടെ എല്ലാം നമുക്ക് ആ പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ അമ്പ് ചെയ്ത പോലെ കൊള്ളുന്ന ഒരു അഭിനയമായിരുന്നു. അതെ, ഇന്റൻസ് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഇന്റൻസ് ഇമോഷൻ ആയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരിക്കുന്ന റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷുവൽ, ഫിസിക്കൽ ആയിട്ടുള്ള ഇമോഷനിൽ തുടങ്ങി വൈകാരികമായിട്ടുള്ള ഇമോഷനിലൂടെ കടന്നുപോയി ഹാസ്യം, തമാശ, കോമിക്കൽ ഇമോഷൻസ് വരുന്നു. ഏറ്റവും ഒടുവിൽ വീണ്ടും ഇമോഷണലായി മാറുന്ന ഒരു കഥാപാത്രത്തെ ഷോൾഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നിസ്സാരമല്ല. ഒരു ചെറിയ പാളിച്ച വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരിടത്ത് ഒരു മീറ്റർ ഒരൽപ്പം മാറിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തോട് തോന്നുന്ന എല്ലാ അനുകമ്പയും മാറിപ്പോകാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം നമ്മെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചിരി വരണം, അല്ലെങ്കിൽ ഒരു ഇന്റൻസ് ഇമോഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കാഴ്ചക്കാർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അത് വളരെയധികം പ്രയാസമാണ്. അതിൽ മിക്കി വളരെയധികം വിജയിച്ചിട്ടുമുണ്ട്. പിന്നെ കൂടുതലും കഥാപാത്രം അവരിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ അവര് ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള അവരുടെ എക്സ്ചേഞ്ചുകൾ, അതിലൂടെ ആ കഥ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ മുഴുവൻ നിന്ന് തമാശ പറയുമ്പോൾ ഈ ഒരു കഥാപാത്രം മാത്രം ശോകമായി നിൽക്കുന്നത് അതിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ അതിനെ അവരുടെ ഇന്നർ കോൺഫ്ലിക്റ്റിലൂടെ കൊണ്ടുപോകുന്നത് അതിൽ സംവിധായകന് വിജയിച്ചിട്ടുണ്ട്, ആ കഥാപാത്രവും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.